ഇത് നമ്മുടെ വീട്ടിൽ വന്നൊരു പുതിയ അതിഥിയാണ്. ഇതിനെ കണ്ടുപിടിച്ചത് യാറയാണ്. പൊതുവെ എല്ലാവരുടെയും വീടുകളിൽ ഈ അതിഥി ഉണ്ടെങ്കിൽ നമ്മളാരും ശ്രദ്ധിക്കാറില്ലെന്നുള്ളൂ. ഇതൊരു ബട്ടർഫ്ലൈയുടെ ലാർവാ സ്റ്റേജ് ആണ്. പക്ഷെ നമ്മുടെ ഈ കുഞ്ഞൻ അതിഥി ലാർവയൊക്കെ വിട്ട് വലിയ ബട്ടർഫ്ലൈ ആയി കഴിയുമ്പോൾ ആളെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഒലിയാണ്ടർ ഹാക്മോത്ത്. പ്രത്യേക ആകൃതിയിലുള്ള ഈ ചെമ്പരത്തി ഇലകൾക്കുള്ളിൽ നിന്ന് ബട്ടർഫ്ലൈ വിരിഞ്ഞു പോയതാണ്. ചിത്രശലഭങ്ങൾ പറന്നു പോകാത്ത ഇലകളെല്ലാം കാണാൻ നല്ല ഭംഗിയായിരിക്കും. പറന്നുപോയ ഇലകളൊക്കെ ഇത്തരത്തിൽ ദ്വാരമൊക്കെ വന്ന് കുറച്ച് ദ്രവിച്ചിട്ടുണ്ടായിരിക്കുവേ. അതിനിടയ്ക്ക് ചെരുപ്പൊക്കെ ഇട്ട് മിടിക്കായിട്ട് ഇറങ്ങി വന്ന ആൾ ഇവിടെ ചെരുപ്പൊക്കെ ഊരി അതിനകത്തൊരു കമ്പൊക്കെ കയറ്റി വെച്ച് ബട്ടർഫ്ലൈയും വിട്ട് ലാർവയും വിട്ട് പുള്ളിയുടേതായ വൈബിലായിരുന്നേ. അപ്പോഴേക്കും അമ്മ വിളിച്ചു. അമ്മുനെ പിക്ക് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു. അമ്മു ടൗൺ വരെ ഒന്ന് പോയതായിരുന്നു. പിന്നെ ഞാൻ ഈ ആയും കൂടെ നേരെ വണ്ടി എടുത്ത് അമ്മുനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയേ. അവിടെ ചെന്നപ്പോഴേക്കും അമ്മു ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോരാൻ വേണ്ടി റെഡി ആയി നിൽക്കുമായിരുന്നു. കാരണം നല്ല മഴക്കാറുണ്ടായിരുന്നേ. മഴയ്ക്ക് മുമ്പ് വീട് പിടിക്കണം എന്ന് കരുതി പെട്ടെന്ന് ഇങ്ങ് പോകുന്നെങ്കിൽ ഇടയ്ക്ക് വെച്ച് മഴ പെയ്തേ. യാറ എന്റെ പുറത്തൊക്കെ പിടിച്ച് സെന്ററിൽ നിൽക്കുമായിരുന്നേ. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ മഴ നമ്മളെ അപ്രോച്ച് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് മഴത്തുള്ളി എല്ലാം യാവിന്റെ ഫേസിലേക്ക് വന്നപ്പോൾ യായു ഓർത്തു യാവിനെ ആരോ എന്തോ ചെയ്യുവാന്ന്. പിന്നെ യാവിന് മനസ്സിലായി മഴ പെയ്താന്ന്. യാവിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു റണ്ണിങ്ങിൽ വണ്ടിയല്ലേ. അത്യാവശ്യം നല്ലൊരു മഴ തന്നെ പെയ്തേ. നമ്മൾ മഴ കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. തറവാട്ടിലൊന്ന് പോകണമായിരുന്നു. നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇപ്പോൾ യെല്ലോ അലേർട്ട് ആണല്ലോ. എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. മഴക്കാലമൊക്കെ അല്ലേ ഇനി വരാൻ പോകുന്നത്. അത്യാവശ്യം മഴയൊക്കെ ഒന്ന് തോർന്നേ. യായുവിനെ അമ്മൂനെ കൂട്ടി ഞങ്ങൾ നേരെ തറവാട്ടിലേക്ക് പോയി. തറവാട്ടിലേക്കുള്ള വിസിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ്. എന്തായാലും വന്നപ്പോൾ ആന്റി അടുക്കളയിലുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ ആന്റി ഓടി ഇറങ്ങി വന്നു. ഇപ്പോൾ കുറച്ചാളായി റീസെന്റ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാട്ടോ വരുന്നേ. എന്തായാലും ആന്റിയുടെ കയ്യിലേക്ക് ചെന്നപ്പോഴേ പുള്ളി ചാടിപ്പോയേ. എന്നിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഡാഡാ നാളെ വാ ടാറ്റ എന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു പുള്ളി. ഇവിടുന്ന് പോകുന്ന വഴി കണ്ടതാണ്. എന്നെ അംഗൻവാടി പഠിപ്പിച്ച ടീച്ചറാണ്. ടീച്ചറിന്റെ റിട്ടയർമെന്റിന് ഒരു ചെറിയ ഫംഗ്ഷൻ വെക്കുന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാരെല്ലാം കൂടി അതിന്റെ ഫ്ലെക്സ് ആണ്. അതിനുശേഷം ഞാൻ നേരെ പോയത് പാപ്പന്റെ വീട്ടിലേക്കാണ്. പാപ്പൻ രാവിലെ തൊട്ട് 3 പ്രാവശ്യം വിളിച്ചു. ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട്, വന്ന് എടുത്തോണ്ട് പോകും, ചീത്തയായി പോകും, പഴുത്തു പോകും എന്നൊക്കെ പറഞ്ഞേ. ചെന്നപ്പോൾ ചക്കയൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. സെയിം ചക്ക തന്നെ അവിടെ വീട്ടിൽ വറുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ചാടിക്കയറി മേടിച്ചു കേട്ടോ. കാരണം ചക്ക എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അപ്പോഴത്തേക്കിനും പാപ്പൻ അവിടെ ഇരുന്ന് ചക്കയൊക്കെ എടുത്ത് എനിക്ക് വണ്ടിയെ വെച്ച് തന്നു കേട്ടോ. കിട്ടിയ ചക്കയും ചക്ക വറുത്തതെല്ലാമായിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നേ. ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും മുമ്പേ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് യായുവിനെ അമ്മൂനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തറവാട്ടിലേക്ക് ചെന്നേ. തറവാട്ടിൽ ചെന്നപ്പോൾ യായും ഷീക്കും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് എന്നെ കാണുന്നില്ല പുള്ളി. ഞാൻ പിന്നെ വിളിച്ചു, യായു പോകണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി എന്നെ കാണുന്നത് തന്നെ. പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി.